എല്ലാം നന്നായിട്ട് പോവുകയാണെങ്കിലും നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരും. അതായത് നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വന്ന് നമ്മുടെ മൈൻഡ് പെട്ടെന്ന് റെസ്റ്റ്ലെസ് ആയി പോകും. നമ്മുടെ ബ്രെയിൻ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളെ അൺകംഫർട്ടബിൾ ആക്കാനും ഇല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് മാറ്റാൻ ട്രൈ ചെയ്യും. എല്ലാം നന്നായിട്ട് പോകുന്ന സമയത്തായിരിക്കും കേട്ടോ പെട്ടെന്ന് ആ ഒരു ഫീലിംഗ് വരുന്നത്. ചിലപ്പോൾ ഒരു ഗിൽറ്റി ഫീലിംഗ് ആവാം, ചിലപ്പോൾ പെട്ടെന്ന് ഒരു സാഡ്നെസ് ആവാം, ചിലപ്പോൾ ഒരു മിസ്സിങ് ഫീലിംഗ് ആവാം. എനിക്ക് ഭയങ്കര കോമൺ ആയിട്ട് ഫീൽ ആകുന്ന ഒരു ഇമോഷനാണ്. അപ്പം ചെയ്യുന്ന കാര്യം അവിടെ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ മാറിപ്പോവാനോ ഒന്നും ചെയ്യാണ്ടിരിക്കാനോ ഒക്കെ തോന്നും. ഈ ഒരു ഫീലിംഗ് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല, നമുക്ക് അർജുനന് പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഭയങ്കര റിയൽ ആയിട്ടൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ മൈൻഡ് നമ്മുടെ ഫ്രണ്ട് ആവാം, നമ്മുടെ എനിമി ആവാം. അത് നമ്മുടെ കയ്യിലാണ്. നമ്മൾ എങ്ങനെ നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ ചില ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണെങ്കിലും അവർ ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ് ആയിരിക്കും. അപ്പം നമ്മൾ പറയും അത് എക്സ്പീരിയൻസ് കാരനാണ് വരുന്നതെന്ന്. നോട്ട് റിയലി. ഇപ്പം യങ് ആൾക്കാരാണെങ്കിലും ഭയങ്കര വലിയ പ്രശ്നം വരുവാണെങ്കിലും അവര് പാനിക് ആവില്ല, അവര് എന്താ പറയുക റെസ്റ്റ്ലെസ് ആവില്ല. ബിക്കോസ് ദേ നോ ഹൗ ദേ കൻ കൺട്രോൾ ദർ മൈൻഡ്. ഓൾസോ അവർ ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷണൽ സൊല്യൂഷൻസ് ആർക്കിടെക്ട് ആണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, ഇതിനായിട്ടുള്ള നല്ല നല്ല നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഭഗവത്ഗീത സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ചാപ്റ്റർ 5ഉം ചാപ്റ്റർ 6ഉം ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കർമ്മയുഗ എന്താണെന്ന് മനസ്സിലാക്കി. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയത് നമ്മൾ ചെയ്യാനുള്ള കർമ്മം നമ്മൾ ചെയ്യണം, അത് നമ്മൾ തന്നെ ചെയ്യണം അല്ലേ. അത് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്തില്ലെങ്കിലും അതൊരു ആക്ഷനാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അർജുനൻ ചോദിക്കുകയാണ്, ഞാൻ പീസ് അതായത് സമാധാനത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കണോ, അതോ ഷുഡ് ഐ ഡീൽ വിത്ത് ഇറ്റ്, ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുവാണോ വേണ്ടേ? അപ്പം നമുക്ക് ചില സമയത്ത് തോന്നില്ല എല്ലാം മറന്നു വെച്ചു നമ്മളൊന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പോയാലോ, ഇല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് നമ്മളൊന്ന് ട്രക്കിങ്ങിന് പോയാലോ എന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ. അങ്ങനത്തെ ഒരു കാര്യമാണ് അർജുനൻ ഇപ്പോൾ ചോദിക്കുന്നത് ശ്രീകൃഷ്ണനോട്. ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുവാണ്, ഒരു കാര്യം ഉപേക്ഷിക്കുന്നതിൻ്റെ ട്രൂ അർത്ഥം, അതായത് അതിൻ്റെ ശരിക്കുള്ള മീനിങ് ആ കാര്യം ചെയ്യാണ്ടിരിക്കുക എന്നല്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ആ കാര്യത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന റിസൾട്ട്, അതിൻ്റെ ഔട്ട്കം, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാണ്ടിരിക്കുക. ഇല്ലെങ്കിൽ അതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അത് മാറ്റുക, അത് കുറയ്ക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഫുള്ളായിട്ട് നമ്മുടെ ലൈഫ് ജീവിക്കാൻ പറ്റുള്ളൂ. ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഡിറ്റാച്ച്മെന്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നല്ല, അതെങ്ങനെ ചെയ്യുന്നു എന്നാണ് വാട്ട് മാറ്റേഴ്സ്. എക്സാമ്പിൾ, ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, ഒരു വർക്ക് ചെയ്യുമ്പം അത് സ്ട്രെസ് ഇല്ലാണ്ട് ചെയ്യുന്നതാണ് നമ്മളെ പീസ്ഫുൾ ആക്കുന്നത്, നമ്മുടെ ലൈഫിന് കുറച്ചുകൂടി മീനിങ് തരുന്നത്. അങ്ങനെ തന്നെ ഇപ്പം നമ്മൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മളൊരാളെ കൺട്രോൾ ചെയ്യാണ്ട് സ്നേഹിക്കുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മളൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, അത് ഫെയിൽ ആവുമോ എന്ന് വിചാരിക്കാണ്ട് ചെയ്യുന്നതാണ് ശരിക്ക് ഉള്ള ഡിറ്റാച്ച്മെന്റ്. അതായത് അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കാണ്ട് ഒരു കാര്യം ചെയ്യുന്നത്. ഭഗവത്ഗീതയിലെ ചാപ്റ്റർ 5 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ മൈൻഡ് ഇസ് സോ പവർഫുൾ. നമ്മുടെ മൈൻഡിന് എത്രത്തോളം പവർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മൈൻഡിന് നമ്മളെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനെ നമ്മളെ താഴേക്ക് വലിക്കാനും പറ്റും. അപ്പം നമ്മുടെ മൈൻഡ് ഭയങ്കര പവർഫുൾ ആണ്. നമ്മൾ ആ ഒരു കൺട്രോൾ നമ്മുടെ മൈൻഡിന് കൊടുത്തു കഴിഞ്ഞാൽ അത് മൈൻഡിന് ഇഷ്ടത്തിന് രീതിയിൽ ചെയ്യുള്ളൂ. ആൻഡ് അത് എപ്പോഴും നമ്മളെ പുൾ ഡൗൺ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നമ്മളിപ്പം ആലോചിക്കുകയാണെങ്കിലും നമ്മുടെ മനസ്സ് ഭയങ്കര കാമായിട്ടിരിക്കുകയാണെങ്കിലും എന്ത് നടന്നാലും നമ്മൾ ഹാപ്പി ആയിരിക്കും, ഇല്ലെങ്കിൽ എവറിത്തിങ് വുഡ് ബി വെരി സിമ്പിൾ അല്ലേ. പക്ഷേ നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആണ്, നമ്മൾ റെസ്റ്റ്ലെസ് ആണ്, ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്തെടുത്താലും ഭയങ്കര ഒരു ഹെവി വെയിറ്റ് പോലെ തോന്നുന്നു. എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പം ആർക്കെങ്കിലും ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ വയ്യാണ്ട് കിടക്കുവാണെങ്കിൽ അപ്പം ആർക്കും ഒന്നും ചെയ്യാൻ തോന്നില്ല, ഒരു ഹെവിനെസ് ആണ്. ഫുഡ് കഴിക്കാനോ TV കാണാനോ ആൾക്കാരോട് സംസാരിക്കാൻ പോലും തോന്നില്ല. ഈവൻ ദോ നത്തിങ് ഇസ് റിലേറ്റഡ് അല്ലെ. അത് നമ്മുടെ മൈൻഡിന്റെ ആ ഒരു ഗെയിമാണ്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ അർജുനൻ പറയുന്നുണ്ട്, അർജുൻ പറയാണ്, ശരിയാ, എൻ്റെ മൈൻഡ് ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്, എനിക്ക് ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും എനിക്കൊരു ടെൻഷനാണ്, എനിക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അർജുനൻ പറയാം. അപ്പം
ആ ഒരു സമയത്ത് അർജുനനും കൃഷ്ണനും പോലും ഇത് മനസ്സിലാക്കിയ ഒരു സമയമാണ്. അപ്പൊ നമ്മൾ ഹ്യൂമൻസ് നമുക്കൊക്കെ ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. എന്നൊന്ന് ആലോചിക്കൂ. അപ്പം നമ്മുടെ എപ്പോഴും തോട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഫോക്കസ് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഇമോഷൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. ചില സമയത്ത് ഭയങ്കര വിഷമം, ചില സമയത്ത് ദേഷ്യം, ചില സമയത്ത് ഇറിറ്റേഷൻ, ചില സമയത്ത് ആരോടും സംസാരിക്കാൻ തോന്നില്ല. അപ്പൊ ഇത്രത്തോളം ഇമോഷൻസ് നമ്മുടെ ബ്രെയിൻ അങ്ങോട്ട് നമ്മളെ കൊണ്ട് കാണിപ്പിക്കുക ചെയ്യുന്നത് അല്ലെ. ഞാൻ ഈ ഇടയ്ക്ക് പഠിച്ചൊരു കാര്യമായിരുന്നു, നമ്മുടെ ബ്രെയിനിൽ എന്തെങ്കിലും ഒരു ബാക്ടീരിയ കയറുവാണെങ്കിൽ ആ ബാക്ടീരിയ കൊല്ലാൻ വേണ്ടി ഒരു മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ആ മരുന്ന് ബാക്ടീരിയ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചത്ത ബാക്ടീരിയ നമ്മുടെ ബ്രെയിനിന്റെ ബാക്കി പാർട്സിൽ ഇങ്ങനെ ഹിറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ബ്രെയിൻ ഭയങ്കര കൺഫ്യൂസ് ആവും, എന്ത് ഇമോഷൻസ് കാണിക്കണം എന്നറിയില്ല. ആ സമയത്താണ് ചില സമയത്ത് ബ്രെയിൻ പെട്ടെന്ന് ദേഷ്യം കാണിപ്പിക്കും ആ ആളെ കൊണ്ട്, ചില സമയത്ത് വിഷമം കാണിപ്പിക്കും, ചില സമയത്ത് ഒരു ഇറിറ്റേഷൻ കാണിപ്പിക്കും. എല്ലാം മിക്സ്ഡ് ഇമോഷൻസ് ആണ്. അപ്പം നമ്മുടെ ബോഡിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു വിയേർഡ് ഫീലിംഗ്, ഈ ഇറിറ്റബിലിറ്റി. നമുക്ക് ഒരു ആൻസർ ഇല്ല. ഡോക്ടേഴ്സ് പോലും പറഞ്ഞൊരു കാര്യമാണ്, ബിക്കോസ് ആ മരുന്ന് അഫക്റ്റ് ആവുന്നുണ്ട് എന്ന് ഉള്ള ഒരു ഷുവറിറ്റി ആണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. നമ്മുടെ മൈൻഡിന് എന്ത് ചെയ്യണം, എന്ത് റിയാക്ട് ചെയ്യണം എന്ന് അറിയാത്ത സമയത്താണ് ഒരുപാട് ഇമോഷൻസ് അങ്ങോട്ട് തരുവാണ് നമുക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വെന്റ് ഔട്ട് ചെയ്യുന്ന പോലെ, ഇപ്പം നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ ഇരുന്ന് കുറേ സംസാരിക്കില്ലേ, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു കാം ഡൗൺ ചെയ്യാൻ പറ്റും, കുറച്ചൊരു സ്പേസ് കിട്ടും ബ്രീത്ത് ചെയ്യാൻ വേണ്ടി അല്ലെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അർജുനൻ പറയുന്ന എന്ത് കാര്യമാണെങ്കിലും കൃഷ്ണ ഒരിക്കലും എന്താ പറയുക ചിരിച്ച് തള്ളില്ല, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യില്ല. ബിക്കോസ് അതാണല്ലോ മെയിൻ കാര്യം. അർജുനനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രീകൃഷ്ണൻ നിൽക്കുന്നത്. അപ്പം അർജുനൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ ശ്രീകൃഷ്ണൻ പറയാണ്, ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പം അതിൽ ആദ്യത്തെ കാര്യമാണ് പ്രാക്ടീസ് എന്ന് പറയുമ്പം നമ്മൾ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണം. അതിന് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിയലൈസ് ആകുന്നു നമ്മുടെ മൈൻഡ് ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പെട്ടെന്ന് ബ്രെയിനിനെ തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ കൊണ്ടുവരണം. നമ്പർ 1. നമ്പർ 2, നമ്മളിത് റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കണം, കോൺഷ്യസ്ലി ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മളൊരു കാര്യം, ഇപ്പം ചെറിയ പിള്ളേരെയൊക്കെ എഴുതാൻ നമ്മൾ പഠിപ്പിക്കുമ്പം സ്റ്റാൻഡിങ് ലൈൻസ് ആണ് എഴുതിപ്പിക്കണമെങ്കിൽ ലൈൻസ് ഇങ്ങനെ എഴുതിപ്പിക്കും, അതിൽ ഡോട്ട് അതിൽ കണക്ട് ചെയ്യാൻ പഠിപ്പിക്കും. പിന്നെ 2 ഡോട്ട് മാത്രം എഴുതിയിട്ട് ഫസ്റ്റ് ഡോട്ടും സെക്കൻഡ് ഡോട്ടും കണക്ട് ചെയ്യാൻ പഠിപ്പിക്കും. പിന്നെ ഒരു ഡോട്ട് മാത്രം ഇട്ട് കൊടുക്കും, എന്നിട്ട് പറഞ്ഞു കൊടുക്കും ഇവിടെ എത്തിക്കണം. അപ്പം അത് പ്രാക്ടീസ് ആണ്. റിപ്പീറ്റഡ്ലി നമ്മൾ സെയിം കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് രജിസ്റ്റർ ചെയ്യും. അപ്പം ഇതായിരുന്നു ഫസ്റ്റ് കാര്യം, അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. രണ്ടാമത്തെ കാര്യമാണ് ഡിറ്റാച്ച്മെന്റ്. ഇപ്പൊ പറഞ്ഞ പോലെ ഒരു കാര്യത്തിനുള്ള ഒരു അറ്റാച്ച്മെന്റ് അത് മാറ്റുക, അതിനാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇതിലെ ആദ്യത്തെ കാര്യമാണ് നമ്മൾ കാണുന്ന എല്ലാ കാര്യത്തിലേക്കും നമ്മുടെ മൈൻഡ് ഫോക്കസ് ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല. അതും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ എല്ലാത്തിനും റിയാക്ട് ചെയ്യാണ്ടിരിക്കുക. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു എന്ന് പറയാം. പക്ഷെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഷോർട്ട് ടെമ്പർ കാരണം ഞാൻ ഒരുപാട് റിയാക്ട് ചെയ്ത് ഒരുപാട് എന്താ പറയുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് തല്ലൂടി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അതിൻ്റെയൊക്കെ അത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതാ നമ്മൾ അത്രയും ആലോചിക്കില്ല. നമ്മുടെ ബ്രെയിൻ, നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാരണം വരുന്ന പ്രശ്നങ്ങളാണ്. ഓൾസോ നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ മൈൻഡിനെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് ട്രെയിൻ ചെയ്തായി നമുക്ക് കൺട്രോൾ ചെയ്ത് ആ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സെയിം കാര്യമാണ് ചാപ്റ്റർ 6 ശ്രീകൃഷ്ണൻ പറയുന്നത്. അവിടെയാണ് മെഡിറ്റേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മെഡിറ്റേഷൻ ഒരു വലിയ ഒരു കാര്യമായിട്ടല്ല പറയുന്നത്, ഭയങ്കര സിമ്പിൾ 3 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആദ്യത്തെ കാര്യം, നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുക, സൈലന്റ് ആയിട്ട് ഇരിക്കുക. രണ്ടാമത്തെ കാര്യം, ഫോക്കസ് ചെയ്യുക, നമ്മുടെ മൈൻഡിന്, നമ്മുടെ മൈൻഡ് എന്താ ആലോചിക്കുന്നതിന് ഫോക്കസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മൈൻഡ് ഓൾറെഡി വേറെ എന്തോ ആലോചിക്കാൻ പോയി കഴിഞ്ഞു, മൈൻഡിനെ തിരിച്ചു കൊണ്ടുവരിക. അപ്പം ഈ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണ് മെഡിറ്റേഷൻ ആയിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു തരുന്നത്. അപ്പം ഈ മെഡിറ്റേഷൻ നമ്മൾ എന്നും ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ മൈൻഡിന് മനസ്സിലാവുള്ളൂ നമ്മളാണ് കൺട്രോൾ ചെയ്യണേ മൈൻഡ്, അല്ലാണ്ട് മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഞാൻ ഇതൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് എൻ്റെ ലൈഫിൽ ഞാൻ എക്സാമ്പിൾസ് വെച്ച് ഞാൻ ആലോചിക്കും കേട്ടോ. കുറേ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. എൻ്റെ ഷോർട്ട് ടെമ്പേർഡ് ആ നേച്ചർ കാരണം ഞാൻ ഇപ്പോൾ പറയില്ലേ വായ തോന്നി പറയാന്നൊക്കെ, ലൈക്ക് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ശരിയും തെറ്റ് എന്താണെന്ന് അറിയാം, പക്ഷേ നമ്മൾ പറയുന്നത്, നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നും.
നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി സമയമെടുക്കില്ല. ആ ഒരു ആ ഒരു സെക്കൻഡിന് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ എന്നൊക്കെ ഒരു തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോഴേ ഭയങ്കര ഒരു എന്താ പറയുക പണ്ടത്തായിരുന്നു എന്നൊക്കെ ചില സമയത്ത് തോന്നും. നമ്മൾ നമ്മുടെ ലൈഫിലെ തെറ്റുകളും ഇങ്ങനത്തെ എക്സ്പീരിയൻസിൽ നിന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുവാണെങ്കിൽ ആദ്യം മറ്റുള്ളവരുടെ ഒരു തെറ്റ് കണ്ടുപിടിക്കുന്നതിനെക്കാട്ടും മുന്നേ നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. ഭയങ്കര ഡിഫിക്കൽട്ടാണ് ബിക്കോസ് ഭഗവത്ഗീതയിൽ എഴുതി വെച്ച സാധനം അത്രയും എളുപ്പമായിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരും ചെയ്യില്ലായിരുന്നോ? ഐ മീൻ ഇറ്റ്സ് വെരി സിമ്പിൾ. അതൊരു പ്രാക്ടീസാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്നും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ ഒരു ലെവൽ വരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചാപ്റ്റർ 5ഉം 6ഉം കവർ ചെയ്തു. അതിൽ മെയിൻ നമ്മുടെ മൈൻഡിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മുടെ റിയാലിറ്റി എന്താണ്, ഡിവോഷൻ എന്തായിരുന്നു, അതായത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്, അത് മാത്രമല്ല നമ്മുടെ കണക്ഷൻ, നമ്മുടെ യൂണിവേഴ്സ് ആയിട്ടുള്ള എന്താണ് ഒരു കണക്ഷൻ എന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ, കമൻസിൽ ചോദിക്കൂ. എനിക്കറിയുന്ന പോലെ ഞാൻ ആൻസർ ചെയ്യാം.